ഇപ്പൊ ഞങ്ങളുള്ളത് മൈസൂർ സൂ. ഇവിടുത്തെ സ്കാം എന്ന് വെച്ചാല് എന്റെ പൊന്ന് ഒടുക്കത്തെ സ്കാമാ. പറയൂ സ്കാം എന്തിട്ടേക്ക് കാണിച്ചോട്ടെ ഇവര്. നമ്മള് രാവിലെ പാലസിക്ക് പോയപ്പോ ഓട്ടോറിക്ഷാരൻ വന്നിട്ട് ഈ വഴിയല്ല ആ വഴി പൊക്കോ, അതിന്റെ പറയാണ് പാലസിൽ പോകണ്ട അവിടെ മറ്റേ അല്ല, നമ്മുടെ ഓടുന്ന വണ്ടീനെ തട്ടി തട്ടി നിർത്തിയിട്ട് ഇതൊന്നും ഓപ്പൺ അല്ല, നിങ്ങൾ ഡയറക്റ്റ് സിൽക്ക് സാരി വാങ്ങിക്കാൻ പോകുന്നു. ഇവിടെ എത്തിയിട്ട് ഓട്ടോറിക്ഷാരൻ പറയാം ഓപ്പൺ അല്ലാന്ന്, ഫീഡ് ചെയ്യാന്ന്. അപ്പൊ ജിറാഫ് ഒക്കെ വല്ലയിടത്തും നോക്കി ഫീഡ് കൂട്ടിലല്ല, അതല്ലേ നമ്മൾ കാണണേ. അവിടെ തിന്നോട്ടെ, നമ്മളെ നോക്കി നിക്കണ്ടേ. എന്തൊരു ടൈപ്പ് അതാ ബ്രാൻഡ് ചെയ്യണ അവന്മാര് സമ്മതിക്കണം. ഏതാന്നറിയാ, മൈസൂർ പാക്ക്, സിൽക്ക്, അങ്ങനെ സാൻഡിലും സിൽക്കിന്റെയും ഫാക്ടറി. എന്താ ഇവിടെ ഉള്ള സാധനങ്ങളിലെ ഫോട്ടോ. ഞാൻ 3 പേര് 3 പ്രാവശ്യം അതിനോട് ആദ്യം ചോദിച്ചു, ഷോർട്സിൽ പറയാം, അതായിരിക്കും നല്ലത്. അപ്പൊ ഫസ്റ്റത്തെ ടൈപ്പ് എന്നിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം ഒരു ഉടായ്പാരം വന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ടാന്ന് വെച്ചു പാലസാണ്. അപ്പോൾ ആ പാലസ് 11 മണിക്ക് തുറക്കുള്ളൂ, 10 മണിക്ക് ക്ലീനിങ് ആണ്, കയറ്റില്ല. വെറുതെ അവിടെ കയറിട്ട് പോരായിരുന്നു. കേട്ടിട്ട് നല്ല ഇതല്ലേ, നല്ല വെയിറ്റ് ഉണ്ട്. കാണില്ല കാണില്ല. വാ, കിളികൾ നമുക്ക് കണ്ടോ, അതാവൂലേ. കുഞ്ഞി നമുക്കിതൊക്കെ തന്നെയാണല്ലേ. ഈ ലവ് ബേർഡ്സ് നമ്മൾ ഈ ബേർഡ്സ് നമ്മൾ അവിടെ കണ്ടു. ഗുജറാത്തി ഫുള്ള് കണ്ടു. ബേർഡ്സ് ഫോക്കസ്ഡ് സൺഡേയിൽ എന്തൊക്കെയാ, ഫിഷ് ടെയിൽ. അതാണ്ട് അത് ഒറിജിനലാണ്. പേര് വായിച്ചതാ. ഡേറ്റ് ശരിക്കും ഒറിജിനലാന്ന് ശരിക്കേ. നല്ല വലിപ്പുണ്ടല്ലേ, നല്ല വലിപ്പുണ്ടല്ലേ. പൊരിക്കാം. എന്ത് ചിച്ചു അങ്ങനെ പറയണേ. വൈറ്റ് പീക്കോക്ക്, പക്ഷെ അത് വിടർത്തിക്കണില്ല. വൈറ്റ് അല്ല, ഗ്രീൻ. വൈറ്റ് ഇത് ഞാൻ ഫുള്ള് എടുത്താലേ ഇത് സ്പേസ് തരും. അപ്പൊ ഇനി വെറൈറ്റി സാധനം. ടൈഗർ, 4 ടൈഗർ ഉണ്ട്. പക്ഷെ ഇതില് കാണാൻ പറ്റുമോന്ന് എനിക്കറിയില്ല. എല്ലാം ഒരേപോലെ തന്നെയല്ലേ. അല്ല ഡീറ്റേ അതപ്പുറത്ത് 2.5 ഉണ്ട്. ഇവര് മടിയന്മാര് ഉറങ്ങാ. എഴുതിട്ടേക്കാ. മുന്നേ അപ്പുറത്തോടൊക്കെ പോകാൻ പറ്റായിരുന്നു. ടൈഗർ ഇത് പെട്ടതാ. ഇനി കയറി ഇങ്ങനെ. അയ്യോ, അതിന് വിഷമത്തിലാണ് തോന്നുന്നു. ഫുഡ് എടുത്ത് കൊടുക്കും. പാവം ടൈഗർ പറഞ്ഞോളൂല്ലേ. ആൾക്കാരെ മുകളിൽ കൂടെ കണ്ടതിന് താഴെ ടൈഗർ ബുദ്ധി ഉപയോഗമുണ്ട്. മുകളില് ആൾക്കാർ കാണിക്കാൻ വേണ്ടി താഴെ വന്നിരിക്കുന്നു. പക്ഷെ ഇരുട്ടൊന്നും കാണാൻ രസമില്ലല്ലേ. ഇരുട്ടായതുണ്ടേ. എന്താ ചിമ്പാൻസി. പക്ഷെ കുഞ്ഞു സൈസാല് എത്ര ഉണ്ടാവുള്ളൂ. നിന്റെ എത്ര എന്റെ എത്ര എടുപ്പുണ്ട്, എന്റെ അത്ര ഇല്ല. അയ്യേ, അതേ കിടന്നു. ഇത് എന്തൊരു സാധനം, ചിമ്പാൻസി. അതൊന്നും പക്ഷെ ഉറങ്ങാണ്. പക്ഷെ ഇവിടേക്ക് അടുത്തുനിന്ന് കഴിഞ്ഞ വൈഭവല്ലേ രസം. മറ്റേ ഇംഗ്ലീഷിൽ നമ്മൾ കാണുന്ന പോലെ, മറ്റേ ഇംഗ്ലീഷ് ട്രോളന്മാരിൽ കാണുന്ന പോലെ അടുത്തുനിന്നിട്ട് പിള്ളേരെ കളിപ്പിക്കണ. അങ്ങനെ റൈനോ. എന്നിട്ട് പേരിട്ട് റൈനോ അല്ലേ. റൈനോസർ അല്ലേ ഇത്, കൊമ്പുള്ള റൈനോ. റൈനോസർ നീ പറയല്ലേ. നൈസ്. 2 എണ്ണല്ലേ. ഡിറ്റിൽ ഇത് കാണണം പറഞ്ഞിട്ട് നമ്മൾ എവിടേക്ക് പോകണമെന്ന് പറഞ്ഞേ. നീ കഴിഞ്ഞ ദിവസം റൈനുണ്ട് ഇവിടെ തന്നെയായിരുന്നു. നൈസ്. റൈനോസർ ഫുഡ് കഴിക്കാൻ പോകുന്നു. ഫുഡ് കഴിക്കാൻ പോകുന്നു. എന്താ വലിപ്പല്ലേ. കൊമ്പ് 2 കൊമ്പുണ്ടാ. നൈസ്.
മറ്റേ ആൾക്കാരെന്ന് പറഞ്ഞാലേ ഇറച്ചി തിന്നവർക്ക് ഒരു ഫാറ്റും ഇല്ല, പുല്ല് തിന്നവർക്ക് ഒടുക്കത്തെ ഫാറ്റ്. ബാക്ക് കാണിച്ചിരിക്കണമെങ്കിൽ തിന്നണില്ലല്ലോ, ഇത് സ്റ്റൈലാണ്. അതിന് നോൺ വെജ് ആണ് വേണ്ടതെങ്കിൽ കണ്ണട. ഓ കണ്ണത്താ പക്ഷെ ഭയങ്കര പാവം മുഖല്ലേ. ഓ പക്ഷെ ഇത് നല്ല വലിപ്പുണ്ടല്ലേ. ശരിയാ, ഫേസാണ് കൊഞ്ചിക്കാൻ തോന്നണല്ലേ. കണ്ണ് എന്തോ ഭയങ്കര താഴെ, ബാക്കിലത്തെ വലുത് ഭയങ്കര മസിലൊക്കെ ആയിട്ട്. ചിലപ്പോ ആണും പെണ്ണായിരിക്കും. അതാണായിരിക്കും, അതാണ് സൈസ് ഉള്ളത് കൊണ്ടാണ്. അല്ല കൊമ്പും ഒബ്സർവേഷൻ ചെയ്തിട്ടേക്ക്. ഇതാണ്. ഓ നൈസ്. അങ്ങനെ സേബ്രയും കണ്ടു. ശരിക്കും സഫാരികൾ നല്ല ഇതാണ്ടാ അല്ലേ. സമാധാനത്തിൽ കാണാം. അപ്പുറത്തേക്കുണ്ട് സേബ്ര കണ്ട്. നമ്മളന്ന് ഗുജറാത്തില് മറ്റേ ലൈൻ സഫാരി എന്നിട്ട് 2 ലൈൻ കൂട്ടിട്ട് വരാൻ നമ്മളൊക്കെ റൗണ്ട് അടിപ്പിച്ചു. അതൊന്നും കാണാനും പറ്റിയില്ല. കരടികൾ, 4 കരടികൾ, സ്ലോത്ത് ബിയർ. ഇതൊക്കെ ഫോട്ടോ അടിയുണ്ടാവോ എന്തോ സംതിങ് ഇസ് ഹാപ്പനിങ്. അത് അമ്മയും മോനാണോ പാല് കുടിക്കണോ? പപ്പയ്ക്കും പപ്പ ആടിപ്പാടി അമ്മയ്ക്കുന്നോ പാല് കുടിക്കുന്നു. പിടിച്ച് കാണാൻ പറ്റും. അപ്പന ഓടിപ്പോയി. നൈസ്. അമ്മയുടെ അപ്പൻ്റെ മോൻ നോക്കി. പക്ഷെ അമ്മയുടെ അത്ര ഉണ്ടല്ലോ പിള്ളേർക്ക് വലിപ്പം, നല്ല വലിപ്പുണ്ടല്ലേ. അതിൻ്റെ ഇരിപ്പോക്ക് എൻ്റെ ജീവിതം പോയി, എൻ്റെ ജീവിതം പോയി വിളിക്കണല്ലേ. മതിട്ടാ. ഇതിലിപ്പോ ഏതമ്മ? അമ്മയും പിള്ളേരും ഒരേ സൈസല്ല. ഏതമ്മ മനസ്സിലാവണില്ലല്ലേ. സൈഡിലിരിക്കുകയാണെങ്കിൽ ഒരു വാട്ടർ എന്താ പറയാ, ഒരു തണുപ്പൊക്കെ കിട്ടി റെസ്റ്റ് എടുക്കാറുണ്ട്. നമ്മളാദ്യമായിട്ടുള്ള സൂല് പോകണം ഒരുമിച്ച്. സൂരസുണ്ട്. കാണാത്ത ഐറ്റംസ് കാണുമ്പോൾ നല്ല രസമുണ്ട്. പക്ഷെ ഇതെല്ലാവർക്കും ഇവിടെ എല്ലാം കാണുമ്പോൾ ഞാൻ അടുത്ത് കാണുമ്പോൾ കാര്യമില്ല. ഓൾറെഡി കണ്ടതല്ലേ എന്നുള്ളത്. ഇതുവരെ ഇതിവിടെ ഇരിക്കാൻ സൂപ്പറായിരിക്കും. ഞാൻ ഫോൺ എടുത്തേക്ക് ജിറാഫ് വരുമ്പോൾ എടുക്കാം, അല്ലെങ്കിൽ വല്ല സ്പെഷ്യൽ സാധനം വരട്ടെ. അങ്ങനെ നമ്മുടെ കാട്ടുപോത്ത്. ഇത് ഞാൻ എത്ര ഭംഗിയുണ്ടത് മറ്റേ സിനിമയിലല്ലേ, ബാഹുബലിയില്. ഞാൻ വെച്ചാൽ അങ്ങനെയൊക്കെ മസിലൊക്കെ അപ്പുറത്തെ കാട്ടുപോത്ത് നോക്കി എന്ത് ഭംഗിയാ. സൈസല്ലേ. പുല്ല് തിന്നണ മൃഗങ്ങളുടെ സൈസും ഇതിനെ തിന്നണ പുലിയുടെ സൈസും. ബാഹുബലി ഹെർബിവറസ് ആണ്. ഗ്രാസ് ലീഫ്, ഫ്രൂട്ട്, ബാംബൂ ഷോട്ട്സ് കഴിക്കാനുള്ള. 20 തൊട്ട് 25 വർഷം ജീവിക്കാം. ആ ചേട്ടനവിടുന്ന് പുല്ല് അടിച്ചറിഞ്ഞോ തീറ്റ കൂട്ടിട്ട് കൊടുക്കണേ. ഒരു കണക്കിന് പോരാ, ഞാനങ്ങനെ വേണമെങ്കിൽ നമ്മളെന്ന് പറയുന്നത് അതിങ്ങനെ ചെരിഞ്ഞിട്ട് നോക്കണ. ആ ചേട്ടന് മാസ്ക് വെച്ചോടെ, ഈ പൊടിയൊക്കെ നോക്കി പോവാ. ഇതിപ്പോ വീഴോ? അതിന് തലറങ്ങണ്ടെന്ന് തോന്നുന്നു. അതിന്റെ ഒക്കെ മുഖം നോക്കിയ ഇതിന്റെ ഒക്കെ മുഖം കാണുമ്പോൾ പേടിയാണുണ്ട്. പ്രായമുണ്ടെന്നാണോ എന്തോ കണ്ട് പേടിച്ചിട്ടാണ്. ഇപ്പം എന്തെങ്കിലും സംഭവിക്കുമോ? ഞാൻ പോട്ടെ, എൻ്റെ ഫോണിൽ സ്ഥലമില്ല, അതുകൊണ്ടാട്ടാ. ഇതിന്റെ കോലല്ലേ നമുക്ക് കിട്ടാറ്. നല്ല മുളമല്ല. അപ്പൊ ഈ വലിയ സാധനം നമ്മുടെ ഏരിയയിൽ ഉണ്ടെന്നാണ് പറയണേ. ഉണ്ട് ഈ സാധനം. ലെപ്പേർഡ് ക്യാറ്റ്. ചേട്ടൻ കണ്ടോ ഇവിടെ? നമ്മൾ നേരത്തെ കണ്ടത് ഇന്ത്യൻ റൈനോസറാണ്. ഇത് ഏതോ റൈനോസറാണ്. ഏത് റൈനോസർ എനിക്കറിയില്ല. ഇത് ഇന്ത്യൻ, ഇതാണ് ഇന്ത്യൻ ഇരിക്കണേ. ആദ്യം കണ്ടതേ അതിന് 2 കൊമ്പ് ഇതുണ്ടായിരുന്നു. ഇത് ഒരട്ടുള്ളൂ കൊമ്പേ. ഇതില് ഇന്ത്യ പറഞ്ഞുള്ളൂ. തലയ്ക്കൊക്കെ ഭയങ്കര വലുപ്പമില്ല. അത് ഇന്ത്യൻ റൈനോസറായിരുന്നു. ഇത് അറിയില്ല. ഇന്ന് രാത്രി എൻ്റെ ഉറക്കം കളയുന്നതാണ്. പാമ്പെ കാണാൻ പറയുമ്പോൾ എനിക്ക് വേന പറഞ്ഞു.
ഇവിടെ വന്നിട്ടുണ്ടല്ലോ നോക്കണല്ലോ അത് ആറായിനോ കഴിഞ്ഞു ഇതൊരു കഴിഞ്ഞിട്ടേ കഴിഞ്ഞ വാർണിംഗ് ഉണ്ട് കേട്ടാ വാങ്ങിയത് ബിയർ ഓഫ് പിക് പോക്കറ്റേഴ്സ്. ഓ പോക്കറ്റ് അടിക്കാം അതെന്താണ് അതിന് എന്തെങ്കിലും പോക്കറ്റ് അടിക്കാൻ കാശില്ലാത്ത കുഴപ്പമില്ല. ഓ ഇത് ഈ ഗ്രൂപ്പ് ഇറങ്ങിയാലേ എന്തെങ്കിലും കാണാൻ പറ്റുള്ളൂ വെച്ചാൽ. ഇപ്പം ഞങ്ങളുള്ളത് മൈസൂരിലെ പാമ്പുകളിലെ റട്ടലല്ലേ റട്ടൽ സ്ഥലത്താണ്. അതാണ് പാമ്പ് കേട്ടോ. സാൻഡ് പോവാ മലയാളത്തിൽ പേര് എഴുതിണ്ടാ. ഇത് എന്തോ പൈപ്പ് അടക്കണ പോലെ ഉണ്ടല്ലേ പാമ്പാന്ന് തോന്നിയില്ല. അവിടെ പാമ്പിന്റെ പാട പൊഴിച്ചിട്ടുണ്ട്. ഇപ്പുറത്തുണ്ട് ഇപ്പുറത്തുണ്ട് അതിന്റെ ബാക്കി ഭാഗം അത് ഞാൻ കണ്ടു. അത് കണ്ടപ്പോ ഇത് മനസ്സിലായത് കൂട്ടിലാണ് പാമ്പ് കണ്ടാ. ഈ കൊച്ചന്റെ മേത്ത് കിടന്നു. കോമൺ ട്രിങ്കറ്റ് സ്നേക്ക്. ചത്തറ മലയാണല്ലോ. അയ്യോ എനിക്ക് വയറിൽ ഗുളുകുളാണ്. ഇത് 8 അടി പൊള്ളം പാമ്പിനെ പോലെയുണ്ട്. 6 feet വരെ വലുതാവും. ഇതൊക്കെ ഇത് നല്ല വലിപ്പമുള്ള പാമ്പ്. അതായത് കോബ്ര. ഇതോരം കൂട്ടുകാർ എടുത്ത് കൊഞ്ചിക്കണമെന്നുണ്ടോ? ഞങ്ങളെ പച്ചല പാമ്പ് ഇട്ടിരിക്കുന്ന പച്ചല പാമ്പ്. ഇത് പച്ച വയറിറക്കണവരുണ്ടല്ലേ. പാമ്പൊക്കെ നല്ല ഭംഗിയുണ്ട്. മുട്ടയാ ഇവിടെ പർപ്പിൾ കളറ് പാമ്പ്. ആനക്കൊണ്ട ഗ്രീൻ ആനക്കൊണ്ട. പക്ഷെ കാണാൻ പറ്റില്ലല്ലേ. മരം ഇത് എത്ര ഉണ്ടെന്ന് മനസ്സിലാവുന്നല്ലോ. ചെറുതാ നല്ല പൈറ്റാണ്. ഇത് നല്ല വലിപ്പമുണ്ട്. അതിന്റെ തൊലി ഇറക്കണ്ട. മലമ്പാമ്പ് അങ്ങനെ നമ്മൾ ഡെറ്റ് അവസാനം ജിറാഫിനെ കണ്ടു. ഡെറ്റ് ആദ്യമായിട്ടുള്ള ജിറാഫിനെ കാണണേ. അയ്യോ ഞാൻ മറ്റേ മനുഷ്യക്കാരനെ കണ്ടില്ലല്ലോ. ഇത് എന്താ സൈസല്ലേ. പക്ഷെ അപ്പുറത്ത് വലുതല്ലോ. സിനിമയിലാണ് നമുക്ക് ഇങ്ങനെ സൈസ് ഉണ്ടല്ലോ അല്ലേ. കുറേ ജിറാഫിൻ്റെ കേട്ടോ. ഒരുപാട് ജിറാഫ്. ശരിക്കും സൈസ് ഉണ്ട്. നമ്മൾ എത്ര തോന്നുന്നു കാണാനൊക്കെ. നൈസ് രസമുണ്ടല്ലേ. ഒരു ചവിട്ടിട്ടല്ലേ ചത്തു. ആ മരത്തിൻ്റെ ഇല കഴിക്കാൻ പറ്റും. അപ്പുറത്തെ ജിറാഫൊക്കെ നല്ല രസമുണ്ട്.